വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയാണ്. അപ്പൊ നമ്മൾ ബാക്കി 13 ജില്ലകളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ്സുകൾ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് 14ാമത്തെ ജില്ലയോടുകൂടി കേരളത്തിലെ 14 ജില്ലകളും കഴിഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കേരളത്തിലെ ജില്ലകൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ട്. നിങ്ങളത് നോക്കി ഭംഗിയായിട്ട് പഠിക്കുക. ഇതുവരെ ക്ലാസ് കാണാത്തവർ കേട്ടോ. അപ്പൊ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന കുട്ടികൾ ആണെങ്കിൽ അവര് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പൊ നമുക്ക് തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് പഠിച്ചാലോ. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് തിരുക്കൊച്ചി സംയോജനം. ആ തിരുക്കൊച്ചി സംയോജന സമയത്ത് നിലവിൽ വന്ന ജില്ലയാണ് ഏത്? നമ്മുടെ തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി ഈ തിരുവനന്തപുരത്തെ ഭൂലോക വൈകുണ്ഠ നഗരം എന്ന് വിളിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടായിരിക്കും? പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലെ. അല്ലെങ്കിൽ ശ്രീലോക വൈകുണ്ഠ നഗരം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ശ്രീലോക വൈകുണ്ഠം എന്ന് വിളിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സ്യാനന്ദപുരം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയുടെ വിശേഷനാണ്. ഇനി ഇന്ത്യയുടെ നിത്യഹരിത നഗരം, പ്രതിമകളുടെ നഗരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. ഇനി തിരുവനന്തപുരത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബാലരാമപുരം. ബാലരാമപുരത്തെ വിശേഷിപ്പിക്കുന്നത് തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നാണ്. എന്താണ്? തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ. അതുപോലെ തന്നെ കേരളത്തിലെ നെയ്ത്ത് പട്ടണം എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇനി ഈ കേരളത്തില് സഞ്ചാരികൾ വരുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഈ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ അവരെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്? നമ്മുടെ ശംഖുമുഖം ബീച്ച്, വർക്കല ബീച്ച്, അതുപോലെ തന്നെ ആഴിമല ബീച്ച്, പിന്നെന്താ പറയാ കോവളം, അതുപോലെ പൊന്മുടി, നേപ്പിയർ മ്യൂസിയം, ഇതൊക്കെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് കേട്ടോ. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കോർപ്പറേഷൻ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ തിരുവനന്തപുരമാണ് പറയുക. അതുപോലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികളുള്ള ജില്ലയും തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പുകയില പരസ്യങ്ങൾ നിരോധിച്ചതും തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായി പുകയില പരസ്യങ്ങൾ നിരോധിച്ച ജില്ല തിരുവനന്തപുരം ജില്ല. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം അദാലത്ത് നിലവിൽ വന്ന നഗരം തിരുവനന്തപുരം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം അദാലത്ത് നിലവിൽ വന്ന നഗരം. കേരളത്തിലെ ആദ്യത്തെ ബാലഭിക്ഷാടന വിമുക്ത ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ബാലഭിക്ഷാടന വിമുക്ത ജില്ലയും തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി കേരളത്തില് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ്. ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പുകവലിരഹിത ജില്ല, കേരളത്തിലെ ആദ്യത്തെ പുകവലിരഹിത ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ആദ്യമായി ഒരു പട്ടണത്തെ വൈദ്യുതീകരിക്കുന്നത് തിരുവനന്തപുരത്തെയാണ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച പട്ടണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? തിരുവനന്തപുരമാണ് പറയാ. അതുപോലെ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ നടക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും തിരുവനന്തപുരത്താണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജ് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകൾ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാ പറയണ്ടേ? തിരുവനന്തപുരം ജില്ല തന്നെയാണ് പറയേണ്ടത്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ വിമൻസ് കോളേജ്, ആദ്യത്തെ ആയുർവേദ കോളേജ്, ആദ്യത്തെ ആയുഷ് ഹോളിസ്റ്റിക് സെന്റർ, ആദ്യത്തെ ആർട്സ് കോളേജ്, ആദ്യ സംസ്കൃത കോളേജ്, ആദ്യത്തെ സർക്കാർ ആശുപത്രി, ആദ്യത്തെ മാനസിക ആരോഗ്യ ആശുപത്രി, ഇതൊക്കെ എവിടെയാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പറയും? തിരുവനന്തപുരം ജില്ലയിലാണെന്ന് പറയും. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി, നമുക്കറിയാം ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി അല്ലെ, അത് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജും ലോ കോളേജും വന്നതും എവിടെ തന്നെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയമാണ് തിരുവനന്തപുരം ജില്ലയിലെ നേപ്പിയർ മ്യൂസിയം എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പ്ലാനറ്റേറിയം നിലവിൽ വരുന്നതും തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഗവൺമെന്റ് ഉടമസ്ഥതയിൽ ഒരു പ്രസ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നതും എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ.
ഇനി കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറി സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായി ഒരു എക്സലേറ്റർ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് ബ്രെയിലി പ്രസ് വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് ലോക് അദാലത്ത് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യമായിട്ടൊരു മാജിക് അക്കാദമി നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ്. അത് കൃത്യം പ്ലേസ് ചോദിക്കുക വെച്ചാൽ പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മാജിക് അക്കാദമി കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെ മൃഗശാലയും എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ. ഇനി കേരളത്തിൽ ആദ്യത്തെ കാരുണ്യ ഫാർമസി ഔട്ട്ലെറ്റ്, നമുക്കറിയാം കാരുണ്യ അല്ലെ, കാരുണ്യ ഫാർമസിയുടെ ഒരു ഔട്ട്ലെറ്റ് വന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി കേരളത്തിൽ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് എവിടെയാണ്? അമരവിളയിലാണ്. കേരളത്തിൽ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അമരവിളയാണ്, തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യത്തെ ചെഷയർ ഹോം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യത്തെ ചെഷയർ ഹോം സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അമ്മ തൊട്ടിൽ നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ്. 2002 ശിശുദിനത്തിന്റെ അന്ന് നവംബർ 14 എന്തിനാണ് അമ്മ തൊട്ടില്? അമ്മമാരെ ഉപേക്ഷിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താരംഭിച്ചത്? അമ്മ തൊട്ടിൽ ആരംഭിച്ചത് അല്ലേ? അത് വന്നതും എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്താണ്. വർഷം ഒന്ന് ഓർത്തു വെച്ചോളോ, 2002 നവംബർ 14 അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം നൽകിയ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി ഏതാണെന്നറിയോ? എന്താണ്? SAT ആശുപത്രി, തിരുവനന്തപുരത്തെ SAT ആശുപത്രി. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ആനിമേഷൻ പാർക്ക്, കേരളത്തിലെ ആദ്യത്തെ മെട്രോ സിറ്റി, കേരളത്തിൽ ആദ്യമായിട്ട് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ തിരുവനന്തപുരത്താണ്. അപ്പോൾ ആദ്യമായിട്ട് സൗജന്യ വൈഫൈ എവിടെയാ കൊണ്ടുവന്നത്? കേരളത്തിൽ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ മെട്രോ സിറ്റി ഏതാ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ആനിമേഷൻ പാർക്ക് ഏതാ? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഫോറസ്റ്റ് അക്കാദമി തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഫോറസ്റ്റ് അക്കാദമി എവിടെ വന്നേ? തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ്. അതുപോലെ വനിതാ പോസ്റ്റ് ഓഫീസ്, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ പോസ്റ്റ് ഓഫീസും തിരുവനന്തപുരത്താണ് വന്നത്. ഇനി പാളയം അടിപ്പാത എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേരളത്തിൽ ആദ്യത്തെ അടിപ്പാത തിരുവനന്തപുരത്തെ പാളയം അടിപ്പാതയാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് DNA ബാർകോഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് എവിടെയാണ്? ബാർകോഡിംഗ് സെന്റർ കൊണ്ടുവന്നത് പുത്തൻതോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരത്താണ്. ഇനി തൈക്കാട്, തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് തൈക്കാട്. ആ തൈക്കാടാണ് കേരളത്തിൽ ആദ്യമായിട്ട് പോലീസ് ട്രെയിനിങ് കോളേജ് നിലവിൽ വന്നത്. അതുപോലെ കേരളത്തിൽ ആദ്യത്തെ TV സ്റ്റേഷൻ, കേരളത്തിൽ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ, കേരളത്തിൽ ആദ്യത്തെ ഫ്ലൈയിങ് ക്ലബ്ബ്, കേരളത്തിൽ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക്, ഇതൊക്കെ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് നിലവിൽ വന്നേക്കണേന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തില് ആദ്യമായിട്ട് ഒരു സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ വന്നത് തിരുവനന്തപുരത്തെ പട്ടത്താണ്. പട്ടം എടുത്തു ചോദിക്കാറുണ്ട്. കേരളത്തിൽ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് പട്ടത്താണ്. കേരളത്തിൽ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം അഥവാ ഒബ്സർവേറ്ററി നിലവിൽ വന്നതും തിരുവനന്തപുരത്താണ്. ആദ്യത്തെ ഒബ്സർവേറ്ററി വന്നതും എവിടെ തന്നെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറ എന്ന് പറയുന്ന സ്ഥലത്ത്. കേരളത്തിൽ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറ. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്, ബാങ്കിംഗ് മ്യൂസിയം. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യമായിട്ട് ATM നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റിന്റെയാണ് ആദ്യത്തെ ATM. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സോയിൽ മ്യൂസിയം വന്നത്, കേരളത്തിലെ സോയിൽ മ്യൂസിയം എവിടെയാണ്? പാറാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തിരുവനന്തപുരത്താണ്. APJ അബ്ദുൾ കലാം നോളേജ് സെന്റർ നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും തിരുവനന്തപുരമാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്കിൻ ബാങ്ക് നിലവിൽ വരുന്ന മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ്.
അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ഈ ഇലക്ട്രിക് ബസ് രാജ്യത്തെ തന്നെ 6ാമത്തെ ഇലക്ട്രിക് ബസ്സാണ്. അപ്പൊ രാജ്യത്ത് തന്നെ 6ാമതായിട്ട് ഇലക്ട്രിക് ബസ് കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് ഏത്? കേരളം എന്ന് ഓർത്തു വയ്ക്കാം. കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് ATM നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി ജനറ്റിക് ഡിസീസ് ഐഡന്റിഫിക്കേഷൻ സെന്റർ നിലവിൽ വന്നത് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വരുന്നതും എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എനിക്കറിയാം കേരളത്തിൽ ആദ്യത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നാം. പക്ഷേ നമുക്ക് ഇതൊക്കെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഠിക്കാണ്ട് നിവൃത്തിയില്ല. എങ്ങനെയായാലും പഠിച്ചു വെക്കണം കേട്ടോ. കേരളത്തിൽ ആദ്യത്തെ ഓൺലൈൻ PSC പരീക്ഷാ കേന്ദ്രം തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ആദ്യത്തെ ഓൺലൈൻ PSC പരീക്ഷാ കേന്ദ്രം. അതുപോലെ കേരളത്തിൽ ആദ്യത്തെ സ്മാർട്ട് ട്രാഫിക് ക്ലാസ് റൂം എവിടെയാണ് നിലവിൽ വന്നേ? അതും എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി പ്രഥമ ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി തിരുവനന്തപുരം. പ്രഥമ ലോക കേരള സഭയുടെ ആദ്യ സമ്മേളന വേദി ഏതാണ്? തിരുവനന്തപുരമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ UAE കോൺസുലേറ്റ് നിലവിൽ വന്ന ഇന്ത്യൻ നഗരവും തിരുവനന്തപുരമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ UAE കോൺസുലേറ്റ് നിലവിൽ വന്ന നഗരവും ഏതന്നെയാണ്? തിരുവനന്തപുരം നഗരമാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്പോർട്സ് സ്കൂൾ ആരംഭിക്കുന്നു തിരുവനന്തപുരത്ത്. അതിന്റെ പേര് GV രാജ സ്പോർട്സ് സ്കൂൾ എന്നാണ്. GV രാജ സ്പോർട്സ് സ്കൂൾ. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അക്വാട്ടിക് കോംപ്ലക്സ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പീരപ്പൻകോട്. കേരളത്തിൽ ആദ്യത്തെ അക്വാട്ടിക് കോംപ്ലക്സ് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പീരപ്പൻകോട്. കേരളത്തിൽ ആദ്യമായിട്ട് സംസ്ഥാന തലത്തിൽ ട്രാൻസ്ജെൻഡർ അത്ലറ്റിക്സിന് വേദിയായ സ്ഥലം തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യത്തെ സംസ്ഥാനതല ട്രാൻസ്ജെൻഡർ അത്ലറ്റിക്സിന് വേദിയായത് തിരുവനന്തപുരം. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ടെന്നീസ് അക്കാദമി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതും തിരുവനന്തപുരത്താണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം എവിടെയാണ്? തിരുവനന്തപുരത്തെ കാര്യവട്ടത്താണ്. ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയം തിരുവനന്തപുരത്തെ കാര്യവട്ടത്താണ്. കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് മത്സരം നടന്നത് എവിടെയാണ്? യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം തിരുവനന്തപുരം. അതുപോലെ അന്താരാഷ്ട്ര നിലവാരത്തില് സംസ്ഥാനത്തെ ആദ്യത്തെ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയമ്പലത്താണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ്. ഇനി അടുത്തത് നാട്ടാന പുനരധിവാസ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാട്ടാന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? കോട്ടൂരാണ്. എവിടെയാണ്? കോട്ടൂർ. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തപാൽ എന്ന് പറയുന്ന ആ മേഖല പഠിച്ചപ്പോ സുപ്രഭാതം എന്ന് പറയുന്ന പദ്ധതി. അതിരാവിലെ നമ്മുടെ തപാൽ ഉരുപ്പടികളൊക്കെ തന്നെ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി തപാൽ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സുപ്രഭാതം. ആ സുപ്രഭാതം പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച നഗരം തിരുവനന്തപുരമാണ്. ഇനി അടുത്തത് കുട്ടികളുടെ നാടകവേദി തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നത് വെഞ്ഞാറമൂടാണ്. കുട്ടികളുടെ നാടകവേദി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടാണ് എന്ന് ഓർത്തുവെക്കാം. അതുപോലെ രാജ്യത്ത് ആദ്യത്തെ വനിതാ ബാങ്ക് ഏതാണ്? ഭാരതീയ മഹിളാ ബാങ്ക്. അതിന്റെ ആദ്യത്തെ ശാഖ തുടങ്ങിയതും തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കമലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കമലേശ്വരത്താണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ ഭാരതീയ വനിതാ ബാങ്കിന്റെ ആദ്യത്തെ ശാഖ നിലവിൽ വന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലും തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ദ്വീപാണ് വർക്കല. ആ വർക്കല ദ്വീപിനെ പാപനാശം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ പാപനാശം എന്ന് വിളിക്കുന്ന ബീച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കലയാണ്.
ഇനി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ വികാസ് ഭവനിലാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എവിടെയാണ്? തിരുവനന്തപുരം വികാസ് ഭവൻ. കേരളത്തില് സർക്കാർ മേഖലയിലെ ആദ്യത്തെ എയർ ആംബുലൻസ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യത്തെ എയർ ആംബുലൻസ് സംവിധാനം എവിടെയാണ്? തിരുവനന്തപുരത്ത്. അതുപോലെ കേരള പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ സ്റ്റേഡിയമാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ഇനി നെക്സ്റ്റ് വൺ, തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ അതിയന്നൂർ പഞ്ചായത്താണ്. ഏതാണ്? അതിയന്നൂർ. ഇനി വില്യം ബാർട്ടന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് ബാർട്ടൺ ഹിൽ. ഏതാണ്? ബാർട്ടൺ ഹിൽ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളനാടാണ്. പറയാ തിരുവനന്തപുരം ജില്ലയാണ്. സമുദ്രത്തിനടിയിലെ വളരെ എന്താ പറയാ ആരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സൗകര്യം ഒരുക്കിയിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ ബോണ്ട് സഫാരി ആരംഭിക്കുന്നത് എവിടെയാണ്? കോവളത്താണ്. അതാണ് വിനോദസഞ്ചാരികളെ ധാരാളം ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് കോവളം. നമ്മൾ തുറക്കം പറയണ്ടായി അല്ലെ? തിരുവനന്തപുരം ജില്ലയില് ജവഹർ നവോദയ വിദ്യാലയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ചെറ്റച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെറ്റച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ നമ്മുടെ കാനായി കുഞ്ഞിരാമൻ ശംഖുമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രതിമ നിർമ്മിക്കുകയുണ്ടായി. ഏതാണ് ആ ശില്പത്തിന്റെ പേര്? ജലകന്യക ശില്പം. അപ്പൊ ജലകന്യക ശില്പം കാണപ്പെടുന്ന ശംഖുമുഖത്താണ്. അത് നിർമ്മിച്ച ആള് കാനായി കുഞ്ഞിരാമനാണ് എന്ന് ഓർക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡ് സുരക്ഷയുണ്ടല്ലോ, ആ റോഡ് സുരക്ഷാ നടപടികളെ സഹായിക്കുന്ന ആപ്പുകൾ രൂപപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ആശയങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്താൻ ലോക ബാങ്കിന്റെ സഹായത്തോടെ റോഡ് സുരക്ഷാ ഹാക്കത്തോൺ നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കിലാണ്. എവിടെയാണ്? ടെക്നോ പാർക്കിലാണ്. അതുപോലെ സംസ്ഥാനത്തെ ആദ്യത്തെ ബയോസേഫ്റ്റി ലാബ് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന് പറയുന്ന സ്ഥലത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ ബയോസേഫ്റ്റി ലാബ് എവിടെയാണ്? പാലോട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായതും പാലോടാണ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് പാലോട്. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? നമ്മുടെ ഈ പാലോട് തന്നെയാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി കേരള ഫോറസ്റ്റ് സ്കൂള്, കേരള ഫയർ ട്രെയിനിങ് സെന്റർ, ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? അരിപ്പ. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പൂജപ്പുരയാണ്. ഈ പൂജപ്പുരയിൽ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ മാജിക് അക്കാദമിയും സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തത് കരമനയാറിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഡാമിന്റെ പേരാണ് അരുവിക്കര ഡാം. ഏതാണ്? അരുവിക്കര ഡാം. കേരളത്തിൽ ആദ്യത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ആണ്. ഏതാണ്? ഫോർട്ട് പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? വെങ്ങാനൂർ പഞ്ചായത്താണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു IT പാർക്ക് നിലവിൽ വന്ന തിരുവനന്തപുരത്താണ്. ടെക്നോ പാർക്കാണ് അത്. ഇന്ത്യയിൽ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ തോന്നക്കലാണ്. അപ്പൊ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക് തിരുവനന്തപുരം, ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് തോന്നക്കല്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? എവിടെയാണ്? അതും തോന്നക്കലാണ്. ബയോ ലൈഫ് സയൻസ് പാർക്ക് എവിടെയാണ്? തോന്നക്കലാണ് എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. കുറച്ച് അധികം ഉണ്ട്, പക്ഷേ നമുക്ക് ഇതൊന്നും പഠിക്കാതെ പറ്റില്ലല്ലോ. ഇനി വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞതാണ്. എന്നാലും വിഴിഞ്ഞത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ വൈദ്യുതി പഠിച്ചപ്പോൾ പഠിച്ചു. അതുപോലെ കേരളത്തിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ചതും എവിടെ തന്നെയാണ്? വിഴിഞ്ഞത്താണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല. അതുപോലെ അരുവിപ്പുറത്തെ കുറിച്ചൊക്കെ പറയാൻ വെച്ചാൽ അരുവിപ്പുറം പ്രതിഷ്ഠ നമ്മൾ നടത്തിയത് അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
ശ്രീനാരായണ ഗുരു ഒക്കെ പഠിച്ചപ്പോൾ. ഇനി ചിത്രാഞ്ജലി സ്റ്റുഡിയോനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. കേരളത്തിലെ കേരള ഗവൺമെന്റിന്റെ അധികാരത്തിലുള്ള ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആണ്. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ചിത്രാഞ്ജലി സ്റ്റുഡിയോ, തിരുവനന്തപുരം. കേരളത്തിൽ പൊതുമേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ തിയേറ്റർ തിരുവനന്തപുരത്തെ കലാഭവൻ. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ തിരുവനന്തപുരത്തെ മേരിലാൻഡ്. ഇതൊക്കെ ഓർത്തു വയ്ക്കുക. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ജനറ്റിക് ഡിസീസ് ഐഡന്റിഫിക്കേഷൻ സെന്റർ വന്നത് തിരുവനന്തപുരം. ജനറ്റിക് ഡിസീസ് ഐഡന്റിഫിക്കേഷൻ സെന്റർ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി തിരുവനന്തപുരം ജില്ലയില് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ഒരു പദ്ധതിയുടെ പേര് ആശ്വാസ് പദ്ധതി. എന്താണ് ആശ്വാസ് പദ്ധതിയുടെ പ്രത്യേകത? വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയ്ക്കായിട്ട് ആരംഭിച്ചതാണ് തിരുവനന്തപുരത്ത് ആശ്വാസ്. അതുപോലെ തന്നെ അടുത്തൊരു പദ്ധതിയുടെ പേരാണ് അന്നം പുണ്യം. എന്താണത്? തിരുവനന്തപുരം ജില്ലയില് ജില്ലാ ഭരണ വിഭാഗവും ഓൾ കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്ന് രൂപീകരിച്ച പദ്ധതിയുടെ പേരാണ് അന്നം പുണ്യം. ഏതാണ്? അന്നം പുണ്യം. ഇനി പൊതുസ്ഥലങ്ങളിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പുവരുത്താൻ കേരള പോലീസ് തിരുവനന്തപുരത്ത് ആരംഭിച്ച പദ്ധതിയാണ് പിങ്ക് ബീറ്റ്. ഏതാണ്? പിങ്ക് ബീറ്റ്. അപ്പൊ ഇതൊക്കെ ഓർത്തു വെക്കണം. ഇനി നമ്മള് പ്രധാനപ്പെട്ട കുറെ വ്യക്തികളെ റിനൈസൻസ് പഠിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, രാജാ രവിവർമ്മ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികള്, പൽപു, CV രാമൻപിള്ള, ആനി മസ്ക്രിൻ, അങ്ങനെ ധാരാളം ആൾക്കാര്, പട്ടംതാണു പിള്ള, ഇവരൊക്കെ ജനിച്ചിട്ടുള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞ കാര്യമായതുകൊണ്ട് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യില്ല. ഇനി കുറച്ച് സ്ഥാപനങ്ങളുടെ പേരുകളും അതിന്റെ ആസ്ഥാനങ്ങളും നമ്മളൊന്ന് ഓർത്തു വെക്കണം. കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തിരുവനന്തപുരം ജില്ലയിൽ പേട്ടയിലാണ്. അതുപോലെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചുവേളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാടാണ്. റീജിയണൽ ക്യാൻസർ സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്ത്. റീജിയൻ RCC. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. കേരള സംസ്ഥാന വനം വകുപ്പ് വഴുതക്കാട്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ നന്ദൻകോട്. കേരള പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്. ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടം. അതുപോലെ കേരള കരകൗശല വികസന കോർപ്പറേഷൻ പുത്തൻചന്ത. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുര. അതുപോലെ കേരഫെഡ്, മത്സ്യഫെഡ്, മിൽമ, ടെക്സ്ഫെഡ്, ടൂർഫെഡ്, ഇതിന്റെയൊക്കെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹിന്ദുസ്ഥാൻ ലാറ്റെക്സ്, ഇതൊക്കെ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പക്ഷെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മള് തിരുവനന്തപുരം എന്ന് ചിലപ്പോൾ നിങ്ങൾ കാണണം നിർബന്ധമില്ല. എവിടെയാന്ന് ചോദിച്ചാൽ നളന്ദ എന്ന് കണ്ടാലും ആൻസർ അത് തന്നെയാണ്. നളന്ദ ഇവിടുത്തെ നളന്ദയാണ്, ബീഹാറിലെ നളന്ദയൊന്നും അല്ലാട്ടോ. അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറഞ്ഞു ശ്രീ വൈകുണ്ഠപുരം അല്ലെ എന്ന് നമ്മൾ എന്തിനെ വിളിക്കുന്നുണ്ട്? ഭൂലോക വൈകുണ്ഠ നഗരം എന്നൊക്കെ തിരുവനന്തപുരം ജില്ലയെ വിളിക്കുന്നുണ്ട്. കാരണം എന്താണ്? പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ പഗോഡകളെ കുറിച്ച് ഒരു ദിവസം ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂറൽ പഗോഡ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തെയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പദ് ശേഷിയുള്ള ക്ഷേത്രം ഏതാണ്? പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. വിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇനി കേരളത്തില് ഒരു പരശുരാമന്റെ അമ്പലേ ഉള്ളൂ, പരശുരാമ ക്ഷേത്രമേ ഉള്ളൂ. അത് തിരുവല്ലത്താണ് കേട്ടോ. ഇവിടെയാണ്? തിരുവല്ലത്താണ്. അത് കരമന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതും കൂടി ഓർക്കുക. ഇനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രം. അതും എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ളതാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള മാർബിൾ മന്ദിരമായ ശാന്തിഗിരിയിലെ ലോട്ടസ് ടെമ്പിള് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ ശിവലിംഗം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ്. ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മളോട് ചോദിക്കുകയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇതിന്റെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. അതുപോലെ തന്നെ നാറ്റ്പാക് കേട്ടിട്ടില്ലേ? നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ, നാറ്റ്പാക്കിന്റെ ആസ്ഥാനം. ഇനി അതുപോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം
നബാർഡിന്റെ ആസ്ഥാനം, നബാർഡ് തിരുവനന്തപുരത്ത് മാത്രമല്ല, പാളയം, നബാർഡിന്റെ ആസ്ഥാനം പാളയം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒക്കെ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ കേരള പോലീസിന്റെ ആസ്ഥാനം, കേരള പോലീസിന്റെ ആസ്ഥാനം, കേരളത്തിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഒക്കെ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിൽ പുലയനാർകോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഇനി നെക്സ്റ്റ് വൺ, നമ്മള് എന്താ പറയാ, കൊളച്ചൽ സ്റ്റേഡിയം എവിടെയാന്ന് ചോദിക്കാം. പാങ്ങോട് ട്ടോ, പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊളച്ചൽ സ്റ്റേഡിയം ഉള്ളത്, ചോദിക്കാം. അതുപോലെ നമ്മുടെ പച്ചത്തുരുത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ, ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പച്ചത്തുരുത്ത് നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂരാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. അപ്പൊ കേരളത്തിലാദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം, ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര്, പച്ചത്തുരുത്ത് നിർമ്മിച്ച ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ. ഇനി ഇന്ത്യയിലെ ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ എന്താ ഇതിന്റെ IIST അങ്ങനെ കാണാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എവിടെയത്? തിരുവനന്തപുരം ജില്ലയിലെ വലിയ മലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സ്ഥിരം വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ആരംഭിച്ച കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ കേന്ദ്രത്തിന് വിളിക്കുന്ന പേരെന്താണ്? പുനർജ്യോതി എന്നാണ്. അതുപോലെ ONV സാംസ്കാരിക സമുച്ചയം സ്ഥാപിതമാകുന്നതും തിരുവനന്തപുരത്താണ് എന്ന് ഓർത്തുവയ്ക്കും. കേരളത്തിൽ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ ദേശീയ റാങ്ക് പട്ടികയിൽ കേരളത്തിൽ നിന്ന് 1ാം സ്ഥാനം നേടിയത് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ആണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ യുണൈറ്റഡ് നേഷൻസ് ടെക്നോളജി ഇന്നൊവേഷൻ ലാബ് എവിടെയാണ്? തിരുവനന്തപുരത്താണ്, മറക്കരുത്. കേരളത്തില് അബ്ദുൽ കലാം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് പുനലാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരത്തെ പുനലാൽ. ഇനി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ആണ് ഏത്? കെൽട്രോൺ. ഏതാണ്? കെൽട്രോൺ ട്ടോ. ഇനി ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ വിൻഡ് ടണൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്താണ്, VSSCയിൽ തിരുവനന്തപുരത്ത്. ദുരന്ത നിവാരണത്തിനായി നമുക്കായി ഒരു പദ്ധതി തിരുവനന്തപുരത്ത് ആരംഭിച്ചേക്കാണ്, നമ്മൾ നമുക്കായി. ആ പദ്ധതി നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത്. ദുരന്ത നിവാരണത്തിനായി നമ്മൾ നമുക്കായി പദ്ധതി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി നഗരവികസനത്തിനായി 1870 ടൗൺ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് ആക്ട് പ്രകാരം ടൗൺ ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പൊ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, നഗരവികസനത്തിനായി 1870 ടൗൺ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് ആക്ട് പ്രകാരം ടൗൺ ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി സ്ഥാപിച്ചത് തിരുവനന്തപുരത്ത്. ദുരന്ത നിവാരണത്തിനായിട്ട് കേരള സർക്കാർ നമ്മൾ നമുക്കായി പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് എന്ന് ഓർത്തുവെക്കുക. ഇനി അടുത്തത് നമ്മുടെ കേരള ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസ്, സ്പീക്കറുടെ ഔദ്യോഗിക വസതിയായ നീതി, ഇതൊക്കെ എവിടെയാ കാണപ്പെടുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ ഇത്രയാണ് തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഫാക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഒരു 1/4 ഭാഗവും നമ്മൾ കഴിഞ്ഞു. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ജോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാതെ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് കേരളത്തിലെ 14 ജില്ലകളും ഭംഗിയായി നിങ്ങൾ പഠിച്ചു വെക്കാന്ന് ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ശരി.